എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിലൊന്നാണ് ജമ്മു കാശ്മീർ എന്ന് നമുക്കറിയാം. അവിടെ തന്നെ നമ്മുടെ നാടിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന സ്ഥലമാണ് പഹൽഗാം. ആ പഹൽഗാമിലാണ് ഇപ്പോൾ ഒരു ഭീകരമായിട്ടുള്ള തീവ്രവാദി ആക്രമണം നടന്നിരിക്കുന്നത്. നമുക്കറിയാം, കാശ്മീരുമായി ബന്ധപ്പെട്ട് കുറേയധികം മാറ്റങ്ങൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അവിടെ ഒരു ബൈഫർക്കേഷൻ നടന്നു. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിനെ 2 യൂണിയൻ ടെറിട്ടറികളാക്കി മാറ്റി. അതിൽ ഒരെണ്ണത്തിന് നിയമസഭയുണ്ട്, അവിടേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടി ജനാധിപത്യത്തിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു നടപടിയാണ് ജമ്മു കാശ്മീരിൽ നടന്നു വന്നത്. ഇതൊക്കെ തന്നെ നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് അവിടെ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നത്. ഒരു പ്രത്യേകമായിട്ടുള്ള അധികാരം അവിടെയുള്ള ചില ആൾക്കാർക്ക് മാത്രം ലഭ്യമാകുന്ന രീതിയിലത്തേക്കും അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവുമായ രീതിയിൽ നടത്തിക്കൊണ്ടുവന്നതിനെയൊക്കെ തന്നെയാണ് ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്യുന്നതിൽ കൂടി ഇന്ത്യൻ ഗവൺമെൻറ് ഇല്ലാതാക്കിയത്. അതോടുകൂടി അവിടെ സ്ഥലം വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും, അവിടെ ബിസിനസ്സുകൾ വരുന്ന കാര്യത്തിലാണെങ്കിലും, അവിടെയുള്ള സ്ത്രീകൾക്ക് പുറത്തേക്ക് വിവാഹം കഴിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും, കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി മാറ്റുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ വലിയ പുരോഗതി ഉണ്ടാവുകയും മെയിൻലാൻഡ് ഇന്ത്യയിൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിലത്തേക്കുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ നിലവിൽ വരികയും ചെയ്തു. ഇത് അസ്വസ്ഥമാക്കിയത് ഇന്ത്യക്കാരെയല്ല, കാശ്മീരിലുള്ള ആൾക്കാരെയല്ല, മറിച്ച് തീവ്രവാദികളായിട്ടുള്ള പാകിസ്ഥാനികളെയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നോട്ട് നിരോധനം നടത്തിയ സമയത്താണെങ്കിലും, ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്ത സമയത്താണെങ്കിലും, പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയ സമയത്താണെങ്കിലും ഒക്കെ തന്നെ വലിയ രീതിയിലത്തേക്കുള്ള വിമർശനമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആഭ്യന്തരമായിട്ടും ചില വിഷയങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ തന്നെ അവർ ഇതിനെപ്പറ്റി എല്ലാം തന്നെ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ കാശ്മീർ പൂർണ്ണമായും ഇന്ത്യയുടേതാണെന്നും അത് നമ്മുടെ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നുമുള്ള ഇന്ത്യയുടെ നിരന്തരമായിട്ടുള്ള ഒരു പൊസിഷൻ നമ്മൾ ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ കാശ്മീരിൽ കൂടുതലായിട്ട് ബിസിനസ് ഉണ്ടായി, അവിടുത്തെ ടൂറിസം തഴച്ചു വളർന്നു, അവിടെ ഉണ്ടായിരുന്ന ക്രമസമാധാന പ്രശ്നങ്ങളെല്ലാം ഇല്ലാതെയാകുന്നു, ജനാധിപത്യം പൂർണ്ണമായ അർത്ഥത്തിൽ അവിടെ പുനഃസ്ഥാപിക്കപ്പെടുന്നു. അങ്ങനെ നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന, നിരവധി കാർഷിക ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് തന്നെ അയക്കുന്ന ഒരു പ്രദേശമായി ജമ്മു കാശ്മീർ മാറിയ സമയത്താണ് ഇപ്പോൾ പഹൽഗാമിൽ ഒരു തീവ്രവാദി ആക്രമണം നടക്കുന്നത്. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിലുള്ള ഒരു തീവ്രവാദ സംഘടനയാണ് ഇതിൻ്റെ ആക്രമണത്തിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്വവും ഏറ്റെടുത്തിരിക്കുന്നത്. ലഷ്കർ ഇ തയ്യബിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. 2019 ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്ത സമയത്താണ് ഇതുണ്ടായത്. പ്രത്യേകമായിട്ടും കാശ്മീരിൻ്റെ സ്വയംഭരണ അവകാശം, അവർക്കൊരു പ്രത്യേക രാജ്യമായിട്ടുള്ള നിലനിൽപ്പ് തുടങ്ങിയ കുറേയധികം ദേശവിരുദ്ധമായിട്ടുള്ള ആശയങ്ങളാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ അതേ വർഷം തന്നെ നമ്മുടെ ഗവൺമെൻറ് ഈ സംഘടനയെ ഒരു ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയും നിരോധിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ സ്ഥാപക നേതാവായ ഉമർ മുഖ്തറിനെ ജമ്മു ആൻഡ് കാശ്മീർ പോലീസാണ് വെടിവെച്ച് കൊന്നത്. ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പഹൽഗാമിൽ നടന്നിരിക്കുന്നത് സൈനിക വേഷത്തിലെത്തിയിരിക്കുന്ന തീവ്രവാദികൾ അവിടെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് നേരെ അവരുടെ മതം എന്താണ് എന്ന് അന്വേഷിച്ചതിന് ശേഷം നിറയൊഴിക്കുകയായിരുന്നു എന്നാണ്. മതം അന്വേഷിച്ചതിന് ശേഷം ചില ആൾക്കാരെ കണ്ടാൽ മുസ്ലിങ്ങളാണെന്ന് തോന്നുന്നില്ല എന്നുമൊക്കെയുള്ള കമൻറ്റുകൾ പാസ്സാക്കിയിട്ടാണ് അവർ യാതൊരു വിധത്തിലുള്ള കരുണയുമില്ലാതെ ഇവർക്ക് നേരെ വെടിയുതിർത്തത്. ഒന്നോർക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുന്ന പട്ടാളക്കാരെ പോലുമല്ല അവർ ആക്രമിച്ചിരിക്കുന്നത്, മറിച്ച് സിവിലിയൻസിനെയാണ്. അങ്ങനെ പൂർണ്ണമായും ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കണം എന്ന ധാരണയിലും കാശ്മീരിൻ്റെ എക്കോണമി തകർക്കണം എന്നുള്ള ആശയത്തിലും അവിടേക്ക് കൂടുതലായി ഇനി വിനോദസഞ്ചാരികൾ വരാൻ പാടില്ല എന്നും കാശ്മീർ മൊത്തത്തിൽ ഒരു പ്രശ്നബാധിത പ്രദേശമായി തുടരുകയാണ് എന്ന് ഒരു ചിന്ത രാജ്യത്ത് മൊത്തത്തിലും ലോകത്തും ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയവയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ആക്രമണത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശങ്ങൾ. നമ്മുടെ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരു സന്ദേശം ഇതിൽ വളരെ വ്യക്തമാണ്. അതും മതാടിസ്ഥാനത്തിലാണ് ഇവരുടെ ഈ കൊലപാതകങ്ങളൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. പല ആൾക്കാരും ഇവിടെ ഡിഫൻസിനായി പറയാറുണ്ട് ഇസ്ലാമിസ്റ്റ് ടെററിസം എന്നൊന്നില്ല, തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ. പക്ഷേ നമുക്കറിയാവുന്ന എല്ലാ തീവ്രവാദത്തിനും തീവ്രവാദികൾക്കും കൃത്യമായ രീതിയിലത്തേക്കുള്ള മതമുണ്ട്. മതത്തിനെ തെറ്റായ രീതിയിലത്തേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു മതം മാത്രമാണ് ഇവിടെ സുപ്പീരിയർ എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇതര മതത്തിലുള്ള ആൾക്കാരെ എല്ലാവരെയും അവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ല എന്ന് വിധിക്കുകയാണ് ഈ തീവ്രവാദികൾ കൂട്ടത്തോടെ ചെയ്യുന്നത്. ഈ സംഘടനയുടെ പേര് TRF അഥവാ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണെന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ള എല്ലാവിധ തീവ്രവാദ സംഘടനകളും ചെയ്യുന്നത് ഇതേ പരിപാടി തന്നെയാണ്. ലോകമൊട്ടാകെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദം എന്നത് ഈ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എല്ലാ വിദേശ രാജ്യങ്ങളുടെയും പ്രസ്താവനകൾ നോക്കിയാൽ, അവരുടെ സമീപനങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതുമാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ആക്രമണത്തിനെ അപലപിച്ചതുകൊണ്ടോ മരിച്ച ആൾക്കാർക്ക് ആദരാഞ്ജലി നേർന്നതുകൊണ്ടോ മാത്രം നമ്മുടെ ഉത്തരവാദിത്തം ഒരു രാജ്യം എന്ന നിലയിൽ അവസാനിക്കുന്നില്ല, മറിച്ച് അതൊരു തുടക്കം മാത്രമാണ്. നമുക്കറിയാം എങ്ങനെയാണ് ഇസ്രായേൽ അവരെ ആക്രമിച്ചിരുന്ന അവിടെയുള്ള സിവിലിയൻസിനെ, നിരപരാധികളായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള ആൾക്കാരെ ആക്രമിച്ച തീവ്രവാദികളായിട്ടുള്ള ഹമാസുകാരെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തത് എന്ന് നമുക്കറിയാം.
അവർക്ക് വേണ്ടി മുറവിളിക്കുന്നതിന് നമ്മുടെ നാട്ടിൽ മതപരമായ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാൽ കുറേയധികം സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് ഹമാസ് എന്നത് കാണിക്കുന്ന തീവ്രവാദ പ്രവർത്തനം ഒരു രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താൻ എത്രമാത്രം ശക്തമാണോ അതിന് സമാനമായ രീതിയിലത്തേക്കുള്ള തീവ്രവാദ പ്രവർത്തനമാണ് ഇന്ത്യയെ ആക്രമിക്കുന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനകളും ചെയ്യുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പാകിസ്ഥാൻ സ്പോൺസേഡ് ആണ് ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങളെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം അന്താരാഷ്ട്ര തലത്തിൽ പലതവണ പ്രകടിപ്പിച്ചിട്ടുള്ള, അതിനെ തെളിവ് സമർപ്പിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടി നൽകുന്നതിനും അത് ഉചിതമായ തരത്തിലേക്കും സ്കെയിലിലേക്കും ആകുന്നതിനും നമ്മുടെ രാജ്യം രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഭാരതീയർക്കുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ എത്തിയ തീവ്രവാദികൾ, അവിടെ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികളോട് നിങ്ങൾ ഏത് പ്രദേശത്ത് നിന്നുള്ള ആൾക്കാരാണ്, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ്, നിങ്ങളുടെ ഭാഷ എന്താണ്, നിങ്ങളുടെ വസ്ത്രം ഏതാണ്, ഈ കാര്യങ്ങളൊന്നുമല്ല ചോദിച്ചത്. നിങ്ങളുടെ ആശയം എന്താണ് എന്നോ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, ഇതൊന്നും അവർക്കറിയണ്ടായിരുന്നു. അവരെ ആകെ ആവശ്യപ്പെട്ടത് നിങ്ങളുടെ മതം ഏതാണ് എന്ന് വെളിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ദൃക്സാക്ഷി മൊഴികളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ചില ആൾക്കാരെ കണ്ടിട്ട് ഇവൻ മുസ്ലിം അല്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നിറയൊഴിച്ചു എന്ന രീതിയിലത്തേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പോലും അവിടെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാനായിട്ടുള്ള അർഹതയില്ല എന്ന മട്ടിലാണ് ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനകളെല്ലാം പ്രവർത്തിക്കുന്നത്. മതത്തിനെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മതാധിപത്യം എന്നത് ശക്തമായ രീതിയിലത്തേക്ക് ബലം പ്രയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ശബ്ദത്തെയും ജീവനെയും ഇല്ലാതെയാക്കിക്കൊണ്ട് നടപ്പാക്കണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ജിഹാദി അജണ്ടയാണ് വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എല്ലായിടത്തും നടത്തുന്നത്. നമ്മുടെ രാജ്യത്തും അത് വ്യത്യസ്തമല്ല. നമ്മുടെ കേരളത്തിൽ പോലും 1921 ഒരു ഹിന്ദു വംശഹത്യയാണ് എന്ന് അസന്നിഗ്ധമായ വിധം ഡോക്ടർ BR അംബേദ്കറിനെ പോലെയുള്ള മഹാരഥന്മാർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെയും ഉണ്ടായിരുന്ന പാറ്റേൺ ഇതുതന്നെയാണ്. ആക്രമിക്കപ്പെടുന്നതിന് മുൻപ് ആൾക്കാരോട് അവരുടെ മതം എന്താണ് എന്ന് വെളിപ്പെടുത്താനായിട്ട് ആവശ്യപ്പെടുന്നു. ഏതെങ്കിലും ആൾക്കാർ മതപരിവർത്തനത്തിന് തയ്യാറായില്ല എങ്കിൽ അവരെ ആ നിമിഷം തന്നെ വാളിനിരയാക്കുക അല്ലെങ്കിൽ കത്തിക്കിരയാക്കുക എന്നുള്ള ഒരു പ്രവണതയാണ് അന്ന് മുതൽ തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തകരെല്ലാം തന്നെ സ്വീകരിച്ചിരുന്നത്. അതിൽ നിന്ന് കാലം എത്ര മുന്നോട്ട് പോയതിനു ശേഷവും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ആശയപരമായിട്ടുള്ള അപ്രോച്ചിൽ പോലും മാറ്റമില്ല എന്നുള്ളതാണ് വ്യക്തം. എന്തായാലും ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്നായിരിക്കണം. നമുക്കറിയാം, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായ രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശമാണ്. മതപരമായിട്ടുള്ള ആക്രമണം നേരിടുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ എന്നും ഇവിടെ സമാധാനമില്ല എന്നുമൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയും അത് അന്താരാഷ്ട്ര രംഗത്ത് ഒരു ചർച്ചയാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ ഈ സമയം തന്നെ അവർ തിരഞ്ഞെടുത്തത്. എന്തായാലും ഇക്കൂട്ടർക്ക് ആഭ്യന്തരമായിട്ടുള്ള പിന്തുണ കിട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അതല്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ കടന്ന് വിനോദസഞ്ചാരികൾ കൂട്ടമായി എത്തുന്ന പ്രദേശത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ രീതിയിലത്തേക്കുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയില്ല. ഇവരുടെ ലക്ഷ്യം നമ്മുടെ സൈനികരായിരുന്നില്ല, നമ്മുടെ പോലീസുകാരായിരുന്നില്ല എന്നുള്ളതും വ്യക്തമാണ്. ഇവരിത്തവണ ഉദ്ദേശിച്ചിരിക്കുന്നത് പൂർണ്ണമായും വിനോദസഞ്ചാരത്തിനായി എത്തിയിരിക്കുന്ന ആൾക്കാരെ മാത്രം ഇരയാക്കുക എന്നുള്ളതാണ്. അതിലും ബഹുഭൂരിപക്ഷം പുരുഷന്മാരാണ് മരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ കർണാടക സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് അവരുടെ ഭർത്താവിനെ കൊന്നതിന് ശേഷം തന്നെ കൂടി കൊല്ലൂ എന്നീ തീവ്രവാദികളോട് അവർ അഭ്യർത്ഥിക്കുമ്പോൾ നിന്നെ ഞങ്ങൾ വെറുതെ വിടുകയാണ്, നീ പോയി മോഡിയോട് പറയണം എന്നാണ് അവർ പറഞ്ഞതത്രേ. എന്ന് വെച്ചാൽ അവരുടെ ശത്രു നമ്മുടെ രാജ്യമാണ്, നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയാണ്, ഐക്യമാണ്, ജനാധിപത്യമാണ്. ഇവിടെ വിവിധ മതവിഭാഗങ്ങൾ സാഹോദര്യത്തോടു കൂടി കഴിയുന്നത് യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ലാത്ത, മതത്തിൻ്റെ പേരിൽ ഇവിടെ സ്പർദ്ധയുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന, മതത്തിൻ്റെ പേരിലുള്ള ഭരണം ഇവിടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാമിസ്റ്റ് അജണ്ട പിന്തുടരുന്ന കാട്ടാളന്മാരാണ് ഈ രീതിയിലത്തേക്കുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിരിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് കൃത്യമായ രീതിയിലത്തേക്കുള്ള മറുപടിയാണ് നമ്മുടെ രാജ്യം നൽകേണ്ടത്. അതിന് നമ്മൾ മാതൃകയാക്കേണ്ടത് അഹിംസയല്ല. കാരണം അഹിംസ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള മനുഷ്യരല്ല ഇവർ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടുന്നത് ഇസ്രയേലിൻ്റെ അതേ സമീപനമാണ്. എങ്ങനെയാണോ അവസാനത്തെ ഹമാസ് തീവ്രവാദിയെയും ഇല്ലാതെയാക്കാൻ ഇസ്രയേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് സമാനമായ രീതിയിലത്തേക്കുള്ള അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ആയിരിക്കണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായിരിക്കും ഒരുപക്ഷെ അവിടെ മരണപ്പെട്ട നിസ്സഹായരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള ആ മനുഷ്യർക്കുള്ള ഏറ്റവും ശരിയായിട്ടുള്ള ആദരാഞ്ജലി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള നടപടി നമ്മുടെ രാജ്യത്തു നിന്നുണ്ടാകട്ടെ. ആഭ്യന്തരമായിട്ടുള്ള എന്തെങ്കിലും പിന്തുണ ആരെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു സംഘടനയോ വ്യക്തിയോ ആരുമായിക്കോട്ടെ, അവരെ എല്ലാവരെയും തന്നെ യാതൊരു വിധത്തിലുള്ള അനുകമ്പയും കൂടാതെ പൂർണ്ണമായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. കൂടുതൽ തഹവൂർ റാണമാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് കേന്ദ്ര സർക്കാരിനോട് പറയാനുള്ളത്. പഹൽഗാമിൽ പൊലിഞ്ഞു വീണ ജീവനുകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട്
ഇതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നമ്മുടെ രാജ്യം നൽകും എന്ന ഉത്തമ പ്രതീക്ഷയിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.